എന്നാ മെനകളാണ് പറയുന്നത്? എല്ലാ പറഞ്ഞ അപ്പച്ചിനെ ആട്ടി വിടാൻ പറഞ്ഞു. അപ്പച്ചി ആട്ടി വിടാനാണോ? അപ്പച്ചി റോട്ടിൽ വിട്ട് ബസ് കയറ്റി വിട്ടിട്ട് വരാനെ കൊണ്ട്. അപ്പച്ചിനെയൊക്കെ ഞാൻ ഈടെ പോടെ പ്രായമുള്ള ഒരാളല്ലേ. പിന്നെ വേറൊരു കാര്യം, അവരോട് ഈ മുണഞ്ഞ വർത്തമാനം പറയരുത്. പെട്ടെന്ന് ചൂടാവും അപ്പച്ചി. പെട്ടെന്ന് ചൂടാ അപ്പച്ചട്ടി ഒന്നുമല്ലോ, അപ്പച്ചിയല്ലേ. പോടാ അവിടുന്ന്. എടാ ജെയിംസേ, എടാ ഇത് 4:30 ആകുമ്പോ പറഞ്ഞേടാ മറ്റേ ഇവിടെ പോണ ഒഴുക്കാനായിട്ടേ. അല്ല ഉണ്ണി ഇനിയും നോക്കുന്നില്ലടാ, കാരണം എന്താ പറയുക, ഇത്രയും ദിവസമായില്ലേ. നമുക്ക് പോവാം, നീ പെട്ടെന്ന് കേട്ടോ. ഓക്കെ. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. കുഞ്ഞി കാലടിയോരടി തെറ്റുമോ കൈതന്നു കൂടെ. വേണ്ടടാ, പുതപ്പ് വയ്ക്കാൻ വന്ന ബംഗാളിയൊക്കെ നിന്ന് കരയുന്നു. ഇനി അപ്പൂപ്പ ഇനി പുതപ്പ് വാങ്ങിച്ചിട്ട് പൈസ വല്ലതും കൊടുക്കാനുണ്ടോ? അപ്പൂപ്പ മർഗയ പൈസ നഹിഹേ. ജാവോ ജാവോ. മണ്ണെണ്ണ ഇവിടെ അല്ല, റേഷൻ കടയില്ല. ഉണ്ണി ഉണ്ണി എടാ, ഇതെവിടായിരുന്നടാ ഇത്ര നാളും? പെട്ടിക്കകത്തിരിക്കുവാണ്, ഞാൻ ഇപ്പഴേ എടുത്തു. ഇതിന്റെ കാര്യമാണോ? എവിടായിരുന്നടാ? കറിയാതടാ, ഇനി കറിയാതെ കഴിഞ്ഞില്ലേ? കറിയാതടാ, നെഞ്ചത്തെ കൂടെ പിടിച്ച് പഠിച്ച ആരാ കരയാത്തത്? അപ്പൂപ്പൻ പോയോ? പിന്നെ അപ്പൂപ്പ പോയടാ. അപ്പൂപ്പൻ നോണ്ട് പോന്നു. അത് അപ്പൂപ്പനല്ല, അപ്പൂപ്പൻ താടിയാ. അപ്പൂപ്പനെ കാണിച്ചതാ, അപ്പൂപ്പനെ കാണിച്ചതാ. എങ്കിലാടാ അപ്പൂപ്പനെ എനിക്ക് കാണണം. നോക്കട്ടെ, പറ്റുന്ന പോലെ കാണിക്കാം. അല്ല എത്ര നാളും ഞാൻ നോക്കി നിന്നെന്ന് അറിയാമോ? ഈ മണഞ്ഞ ഫിഗർ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പൂപ്പനെ എനിക്ക് കാണണം. ഇനി കാണാൻ പറ്റത്തില്ല, അപ്പൂപ്പനെ അടക്കിയില്ലേ? കുഴിമന്തി കാണില്ല, കുഴിമന്തി കാണില്ല. എന്നാൽ നമുക്ക് അറേബ്യ ഹോട്ടലിലോട്ട് പോകാം, കാണിക്കുമല്ലോ. എനിക്ക് മേടിച്ചു തരും കുഴിമന്തി. കുഴിമന്തിയല്ല, കുഴിമന്തിട്ട് എനിക്ക് അപ്പൂപ്പനെ കാണണം, കാണണം, കാണണം. കുഴിമന്തി കാണിക്കാൻ അപ്പൂപ്പനെ ഞാൻ കൃഷി ചെയ്ത് വെച്ചേക്കുവാണോടാ. എനിക്ക് അപ്പൂപ്പനെ കാണണം, കാണണം. നീ ഇപ്പൊ കാണുമെന്ന് പറഞ്ഞ് കരയുന്നുണ്ടല്ലോടാ. എത്ര നാളാണ് നീ നാട് വിട്ടു പോയിട്ട്? അയാൾ ജീവിച്ചിരുന്നപ്പോ നിനക്ക് വന്നൊന്ന് കാണാൻ തോന്നിയോ? കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ അപ്പൂപ്പനെ കണ്ടായിരുന്നല്ലോ. അത് ക്രിസ്മസ് അപ്പൂപ്പനായി. അതല്ലെന്ന്, കഴിഞ്ഞ ക്രിസ്മസിന് അന്ന് രാത്രിയില് അപ്പൂപ്പനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഒരു നക്ഷത്രം പിടിച്ചോണ്ട് എന്റെ വീടിന്റെ വാതിൽ വന്ന് കഥവെ കൊട്ടി. ആ കഥവ് തുറന്നില്ല. ക്രിസ്മസ് കാരോളുകാർ വന്നപ്പോ പൈസ കൊടുക്കാൻ മടിയായിട്ട് പെരക്കകത്ത് ഒളിച്ചിരുന്നിട്ട് പറയും അവൻ അപ്പൂപ്പനെ ചൊപ്പണാൻ കണ്ടായിരുന്നു. അപ്പൂപ്പൻ എങ്ങനെ മരിച്ചേ? എടാ, അപ്പൂപ്പൻ എന്ന് പറഞ്ഞ അപ്പൂപ്പൻ ഈ വെടിക്കെട്ടുകാരനായിരുന്നല്ലോ. പ്രായമൊക്കെ ആയപ്പോ ഞങ്ങൾ പറഞ്ഞ പോകണ്ട, ഞങ്ങളൊക്കെ അന്വേഷിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അതും പോരാഞ്ഞിട്ട് ചിറ്റാരിക്കര പൂരത്തിന് കമ്പക്കെട്ടിന് പോയതാ. പെണ്ണുങ്ങളെല്ലാം വട്ടം കൂടി വന്നപ്പോ അപ്പൂപ്പൻ അങ്ങ് ഇളകുമല്ലോ. ആകാശവാണം കൈ വെച്ചേ കത്തിച്ചു. ആകാശോടെ അപ്പൂപ്പനെ കൊണ്ട് ഒറ്റ പോക്ക് നേരെ ചെന്ന് വീണത് ആമസോൺ വനത്തിൽ. പിറ്റേന്ന് ഡിസ്കവറി ചാനൽ വെച്ചപ്പോ സെക്കോയ മരത്തിന്റെ കൊമ്പൽ ഇങ്ങനെ കുരുങ്ങി കിടക്കും അപ്പൂപ്പൻ. പിന്നെ അപ്പൂപ്പനെ ആമസോണിൽ എങ്ങനെ വരുത്തി? പിന്നെ ഞാൻ ഓർഡർ കൊടുത്ത് അവർ ഹോം ഡെലിവറി ആയിട്ട് കൊടുത്തത്. എത്ര പൈസ എന്റെ ചെലവായെന്നറിയോ? മൊത്തം ഞാൻ ആ പൈസ ചെലവാക്കിയത്. ഞാനാണ് മൊത്തം പൈസ ചെലവാക്കിയത്. കണക്ക് പറയല്ലേ? കണക്ക് പറയും, ദണ്ണോണ്ടാ. കണക്ക് പറയല്ലേ? ആ ദണ്ണുണ്ട്. എത്ര രൂപ ചെലവാക്കിയെന്ന് പറഞ്ഞാൽ ആ പൈസ മൊത്തം ഞാനിപ്പോ ഗൂഗിൾ പേ ചെയ്ത് തരാം. ഇപ്പൊ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാമല്ലോ. ഗൂഗിൾ പേ ചെയ്യാൻ പോവാ. അത് QR കോഡല്ല, അപ്പൂപ്പന്റെ ഫോട്ടോയാ. അപ്പൂപ്പന്റെ ഫോട്ടോയോ? അത് ഇങ്ങനെ ഇരിക്കുന്ന അപ്പൂപ്പന്. അല്ല, അപ്പൂപ്പന് ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നല്ലോ. ആകെ ഉള്ളത് ആധാർ കാർഡിലെ ഫോട്ടോയാ. അത് വലുതാക്കിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ഇത് ഞാൻ പോകുമ്പോ ഞാൻ കൊണ്ടുപോയത്. എനിക്കറിയാടാ, അപ്പൂപ്പനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിനക്ക് പൂജിക്കാനല്ലേ? പൂജിക്കാൻ എനിക്ക് ചെസ് കളിക്കാനായിരുന്നു. അല്ല, ഇനി വന്ന് ചോദിക്കട്ടെ, നീയേ ഈ ബോംബെയിലോട്ട് എന്തിനു പോയതാ? ഞാന് ബോംബെ പോയെന്ന് പറഞ്ഞാൽ പച്ച പിടിക്കാൻ പോയതാ. ആ ശരി, എല്ലാരും നാട് വിട്ട് ബോംബെ പോകും പച്ച പിടിക്കാൻ. എന്നിട്ട് നീ പച്ച പിടിച്ചോ? പച്ച പിടിച്ചില്ല, അവിടെ വെച്ച് നീല വെച്ച് പിടിച്ചു. നീല വെച്ച് പിടിക്കുന്നു. അന്ന് മൊബൈലില്ലല്ലോ, CD ആയിരുന്നല്ലോ. അത് കൊള്ളാം, നല്ല പണിയായി പോയി കേട്ടോ. പിന്നെ അവിടുന്ന് പോലീസുകാർ അടി മാറ്റിയിട്ട് ഞാൻ നേരെ സർക്കസ് കമ്പനി കയറി. സർക്കസ് ജോലിക്കായിരുന്നു. അവിടെ എന്താ ജോലി? അവിടെ കടുവായ്ക്ക് ഇറച്ചി കൊടുക്കുന്ന പരിപാടി. നല്ല പണിയാ, നല്ല പണിയാ. ഒരു കാരണമില്ലാതെ അവരെന്നെ പറഞ്ഞു വിട്ടെന്ന്. അതിന്റെ സംഭവം കടുവ ഇറച്ചി തിന്നുന്നങ്ങോട്ട് ഞാൻ നോക്കി കൊതി കിട്ടുന്നു. എന്നിട്ടാ പിന്നെ ഞാൻ നേരെ സിനിമയ്ക്ക് പോവായിരുന്നു. ഏ സിനിമയ്ക്ക്? കാണാൻ പോയതല്ല, പിന്നെ സിനിമയിൽ ഡൂപ്പ് കളിക്കാൻ പോവായിരുന്നു. സിനിമയിൽ ഡൂപ്പ് ചെയ്യുന്നതാണ്. ഷാരൂഖ് ഖാന്റെ ജവാൻ കണ്ടിട്ടുണ്ടോ? ഷാരൂഖ് ഖാനൊക്കെ ജവാൻ അടിക്കൂ? അതല്ലെന്ന്, ഷാരൂഖ് ഖാന്റെ ജവാൻ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടോ. അതിൽ ഒരുത്തന്നെ മേളിൽ ചാടുന്നില്ലയോ? അത് ഡൂപ്പ് ചാടിയത് ഞാനാ. നീയാണോ ചാടിയത്? എനിക്ക് കണ്ടപ്പോഴേ തോന്നി ഒരു ഊപ്പ ചാടിയത്. അങ്ങനെ എന്നെ കളിയാക്കുന്നുണ്ട്. ഹിന്ദി സിനിമാടന്മാരൊക്കെ നല്ല കമ്പനി എനിക്ക്. അങ്ങനെ ബച്ചൻ ഫാമിലി കേട്ടിട്ടുണ്ടോ? പച്ചിലപ്പാമ്പെന്നല്ല പറഞ്ഞേ, ബച്ചൻ ഫാമിലി. അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചന്റെ ഫാമിലി ആയിട്ട് ഭയങ്കര പിടിപാടുള്ള ആളാണോ? അമിതാഭ് ബച്ചനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇതാണോ അമിതാഭ് ബച്ചൻ? അതല്ല, ഇത് അമിതാഭ് ബച്ചൻ സാർ എനിക്ക് തന്നതാ. ഓ കള്ളൻ. ഇത് കണ്ടോ? ഇത് എനിക്ക് അഭിഷേക് ബച്ചൻ തന്നതാ. മോതിരം കണ്ടു. മോതിരം
ഐശ്വര്യായി തന്നതാ. കൊച്ചു കള്ളൻ. ഇതെന്തോടെ നെറ്റിലൊരു പാട്? അത് അവിടുത്തെ വേലക്കാരി തന്നതാ. ആ, അവിടെ ഡൂപ്പ് കളിക്കാൻ ചെന്ന് കാണും. പിന്നെ നീയേ ഈ ഡൂപ്പൊക്കെ ചെയ്യുന്ന ആളാ, പക്ഷെ നിനക്ക് അഭിനയിക്കാൻ ചാൻസ് ഒന്നും കിട്ടിയില്ല ഇതുവരെ. എനിക്ക് സിനിമയുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല, ക്യാമറയുടെ പുറകെ നിൽക്കുന്ന ഇഷ്ടം. ക്യാമറ ഫ്രണ്ട് നിന്ന് എന്തോ കുഴപ്പം? സംവിധായകൻ വഴക്ക് പറയും. ഇന്നലെ തന്നെ ഫ്രെയിമിൽ കയറി എന്നെ ആപ്പിൾ വെച്ച് എറിഞ്ഞു. എന്നിട്ട് ഞാൻ ആപ്പിൾ എടുത്ത് തിന്നു. മോണഞ്ഞാവൻ. പക്ഷേ ഈ സിനിമയിലെ ഫുഡൊക്കെ, പ്രൊഡക്ഷൻ ഫുഡൊക്കെ നല്ല ഫുഡാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ നായകന്മാർക്കൊക്കെ ഇറച്ചി കൊടുക്കുക. ഞങ്ങളെപ്പോഴും ഡൂപ്പുകൾക്ക് സോയാബീൻസ് ആയിരുന്നു. എന്താ അവരങ്ങനെ ചെയ്യുന്നേ? ഇറച്ചിയുടെ ഡൂപ്പില്ലേ സോയാബീൻ. അത് ശരിയാ. പിന്നെ എന്തായാലും അപ്പൂപ്പന്റെ കുറച്ച് ചടങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതോടെ കഴിഞ്ഞ് പോയാൽ മതി. അപ്പൂപ്പന്റെ ബാക്കി ചടങ്ങൊക്കെ ഇനി എന്നാ? ഈ വരുന്ന 13-നും 14-നുമാണ് അപ്പൂപ്പന്റെ 15-ഉം 16-ഉം. ഓ അങ്ങനെ. അപ്പൊ ഇത് ഒഴുക്കുന്ന നീ ആയിരിക്കണം. അപ്പൊ കുറച്ച് ശുദ്ധവും വൃത്തിയൊക്കെ വേണം. ആ, അപ്പച്ചെ വിട്ടോടാ. അപ്പച്ചെ കൊണ്ട് വിട്ടോ. എന്റെ പൊന്നെ, നിങ്ങളുടെ അപ്പച്ചിനെ ബസ് കയറ്റി വിടരുത്. പിന്നെ കണ്ടെയ്നർ ലോറി വിളിച്ച് വേണം കയറ്റി വിടാൻ. എന്നാടാ? എന്തെല്ലാം സാധനങ്ങളറിയാമോ? കണ്ണി കണ്ട ചട്ടിയും കലവും ഇഡലിയും സാമ്പാറും ചൂലും ഇതൊക്കെ എന്നെ കൊണ്ട് ചോപ്പിച്ചത്. ആണോ? ആ, എല്ലാം വാരിക്കൊണ്ട് പോയി. ഒക്കെ വാരിക്കൊണ്ടുപോയി. നമ്മുടെ തിരുവനന്തപുരത്തെ അപ്പച്ചി ഇല്ലേ, അപ്പച്ചിയുടെ സ്ഥിരം പരിപാടിയത്. അപ്പച്ചി എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾക്ക് ചെന്നാലേ അവിടെ ഉണ്ടാക്കുന്ന ആഹാരം എല്ലാം കൂടെ അപ്പച്ചി വാരി കെട്ടി വീട്ടിൽ കൊണ്ടുപോകും. കഴിഞ്ഞ ആഴ്ച സിന്ധുവിന്റെ കല്യാണത്തിന് വന്നു, സദ്യ എല്ലാം കൂടെ വാരി അപ്പച്ചി വീട്ടിൽ കൊണ്ടുപോയിരുന്നു. അവസാനം ചെറുക്കം കൂട്ടി അപ്പച്ചിയുടെ വീട്ടിൽ ചെന്ന സദ്യ ഉണ്ടോ? ഈ അപ്പച്ചി വീട്ടിലൊന്നും ഉണ്ടാക്കത്തില്ല. അവർ മുട്ട വഴക്കുണ്ടാക്കും. അതൊക്കെ അറിയോ? വഴക്കിന് കറിയല്ലോ, തെറിയല്ലോ. ഇതോ, ഇത് പുറത്തുള്ള ഉണ്ണി. ഓപ്പറേഷൻ ചെയ്തിട്ട് പുറത്ത് വെച്ചേക്കോളോ? ഓപ്പറേഷൻ ചെയ്തു. നിന്റെ പുറത്തുള്ള ഉണ്ണി എന്റെ പുറത്തുള്ള ഉണ്ണി എന്നാ പറഞ്ഞത്. നാട് വിട്ടു പോയ പുറത്തുനിന്ന് വന്ന ഉണ്ണിയാന്ന്. ഇതോ? ആ, പിന്നെ സിനിമയിലെ വലിയ ആളാ, സ്റ്റണ്ട് മാസ്റ്റർ അവൻ. പിന്നെ ചുമ്മാ പുളു അടിക്കണതാ. കറക്റ്റടാ, കറക്റ്റാ, 100%. അതെ, നിങ്ങൾ പരിചയപ്പെടാ. ഞാൻ പോയി ആ ചിതാവസ്മൊക്കെ ഒന്ന് എടുത്തേ വെക്കട്ടെ. എന്നെ മനസ്സിലായില്ലേ? ഇത് മനസ്സിലായില്ല. നിങ്ങളുടെ വീടിന്റെ തൊട്ട് വടക്കോടെയുള്ള മറ്റേ തെങ്ങയിലൊക്കെ കയറുന്ന ഉള്ളിതായാലോ, കുഞ്ഞിക്കണ്ണന്റെ ഇളയമോൻ. തെങ്ങേക്കറുന്ന കുഞ്ഞിക്കണ്ണനല്ലേ, അണ്ണാറക്കണ്ണനല്ലേ? കുഞ്ഞിക്കണ്ണന്റെ ഇളയമോൻ രമേശൻ. രമേശനോ? ആ, നിനക്ക് മീശ വെച്ചല്ലോടാ. മീശ വച്ചല്ല, തന്നെ ഉണ്ടായതാ. ഉണ്ടാവണ്ടായിരുന്നു. അതെ, ഹിന്ദി സിനിമയിലൊക്കെയാണല്ലേ? സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഹിന്ദി സിനിമയിലൊക്കെ. ഈ ഹിന്ദി സിനിമാ നടിമാരെയൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമല്ലോ. എങ്ങനെ? 3D പടം കണ്ടാ മതി. ബോംബെന്നൊക്കെ വന്നതാണ്. എങ്ങനാ ട്രെയിനാ വന്നേ? ഉണ്ടോ? ഉണ്ടല്ലോ, 2 ഉണ്ടല്ലോ, 2 മുട്ടുണ്ടോ? എനിക്കുണ്ടായിരുന്നു, നിനക്കുണ്ടോ മുട്ട്? കണ്ടു നോക്ക്. എന്നടവേ കപ്പലിന്റെ ഫ്രണ്ടോ? അയ്യോ അയ്യോ, ഇവിടെ അവിടെ വെച്ചിരുന്ന ചിതാവസ്മം കാണുന്നില്ലെന്ന്. അയ്യോ, അണ്ണൻ അവിടെ കാണാൻ വെച്ചാൽ പോയി നോക്കാം. ഞാൻ നല്ലപോലെ പട്ട കെട്ടി മൂടി കെട്ടി ആ വിളക്കിന്റെ അടുത്ത് വെച്ചിരുന്നു, അത് കാണുന്നില്ലെന്നത്. അയ്യോ, കുടത്തിരുന്ന് മൂടി കെട്ടിയതോ? ആ, ചുവന്ന കുടം. ദൈവമേ, അത് നിങ്ങളുടെ അപ്പച്ചിയുടെ സഞ്ചിയിൽ ഞാൻ കണ്ടതാ. അപ്പച്ചി അതെടുത്തോണ്ടാണ് പോയി. ആ, എന്നാ അപ്പച്ചി വിളിക്കല്ലോ. വിളിക്ക്. ഒറ്റയ്ക്ക് ഒഴുക്കാൻ കൊണ്ടുപോയാണ്. നമ്മളല്ലേ ഇവിടെ നിൽക്കുമ്പോ എല്ലാവരും അല്ലേ പോകേണ്ടത്. ലൗഡ് സ്പീക്കർ ഇട്ട്. ഹലോ അപ്പച്ചി. എന്ത് മക്കളെ പറയടാ മണിയാ? അപ്പച്ചി എന്താ പരിപാടി അപ്പച്ചി കാണിച്ച? ആ കുടം എടുത്തോണ്ട് പോയോ അപ്പച്ചി? ഏത് കുടം? ഓ, ഇവിടെ പട്ടിട്ട് കെട്ടി വെച്ചിരുന്ന കുടം എടുത്തോണ്ട് പോയോ? ഓ, എടുത്തോണ്ട് പോയി. അതെന്തോ നമ്മളെല്ലാവരും അല്ലേ ഒഴുക്കേണ്ടത്? അപ്പച്ചി തന്നെ കൊണ്ട് ഒഴുക്കാൻ പോവാണോ? എന്താ ഒഴുക്കാൻ? ഒഴുക്കാൻ എന്ത് വന്നു? അതിനകത്തല്ലേ അമ്മാവന്റെ ചിതാവസ്മം ഇരുന്നത്. അയ്യോ, അത് ചിതാഭസ്മായിരുന്നു. ആ, മക്കളെ, അപ്പച്ചി വിചാരിച്ചത് ചാമ്പലെന്നടാ. ഞാൻ അതെടുത്ത് കളഞ്ഞിട്ടേ കഴുകി അവിടുത്തെ സാമ്പാർ മുഴുവനും എടുത്തോണ്ട് പോയടാ. അയ്യോ അയ്യോ, അപ്പച്ചി ആ കുടത്തിനകത്ത് മൊത്തം സാമ്പാർ എടുത്തോണ്ട് പോയോ? ഓ, ഞങ്ങൾ ഇനി ഇവിടെ എന്തോ ചെയ്യും? പഞ്ചാര മുക്കി തിന്നി. എന്ത് ഇഡലി? അയ്യോ എടാ, നിന്റെ അപ്പൂപ്പന് ഗതി കിട്ടാതെ ഈ ലോകം മൊത്തം വലയുമല്ലോടാ. അണ്ണൻ സങ്കടപ്പെടണ. അപ്പൂപ്പന്റെ പഴയ സ്വഭാവം വെച്ചിട്ടെ അപ്പൂപ്പന്റെ ആത്മാവ് ആദ്യം ബോംബെ വരും. ഞാൻ അവിടെ ഇട്ടങ്ങ് പോക്കാം. അത് മതി. പക്ക.